കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഫിഷ് മേടിക്കാൻ പോവാണ്. നമ്മൾ മാർക്കറ്റിൽ പോയിട്ടല്ലാട്ടോ ഫിഷ് മേടിക്കുന്നത്, ഹാർബറിൽ പോയിട്ടാണ്. ഈ ചെറു ബോട്ടുകാർ രാവിലെ കടലിൽ പോയിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും കിട്ടുന്ന മീനെയും കൊണ്ട് വന്നിട്ട് സെയിൽ ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഫിഷ് മേടിക്കാൻ പോകുന്നത് ഇന്ന്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞതിൽ ഒരു ബോട്ട്. ഒത്തിരി തിരക്കൊന്നുമില്ല, നമ്മൾ ഏറ്റവും ഇങ്ങേയറ്റത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ബോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പം സാമാന്യം വലുപ്പമുള്ള തിരണ്ടികൾ ഇങ്ങനെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. ഓസ്ട്രേലിയയുടെ കോസ്റ്റലിൽ നമുക്കിങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് മറൈൻ ഓർഗാനിസംസ് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട്. നമ്മൾ ബോട്ടിലെത്തി. ഞങ്ങൾ സാൽമൺ ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ പുള്ളി ഓൾറെഡി സാൽമൺ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് വെച്ചു. ഞങ്ങൾ ഈവനിങ് ടൈമിലാണ് വന്നത്. ഒരു ഉച്ച നേരത്തൊക്കെ വരുവാണെങ്കിൽ ഫ്രഷായിട്ട് നല്ല പടയ്ക്കുന്ന മീനുകളൊക്കെ കാണാൻ പറ്റിയേനെ. അപ്പോൾ പുള്ളി നമ്മൾ 2 ടൈപ്പ് സാൽമണും കാണിച്ചു. അപ്പോൾ നമ്മളതിൽ അറ്റ്ലാന്റിക് സാൽമൺ ആണ് മേടിച്ചത്. അതാണ് നമുക്കിവിടെ നോർമലി കിട്ടാറുള്ളത്. So he might be $15-18. Yeah. A couple of them. Yes, please. 1 or 2. Maybe 2. Yeah. പിന്നെ ഉണ്ടായിരുന്നത് പേരറിയാത്ത ഈ മീനുകളാണ്. അപ്പോൾ നമ്മൾ പുള്ളി കയ്യിൽ പിടിച്ചായിരുന്ന ആ ഒരു പിങ്ക് കളറുള്ള ഫിഷ് മേടിച്ചു. അതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഷാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ ഷാർക്ക് കൊണ്ടിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷാർക്ക് മേടിച്ചില്ല. ഇതാണ് നമ്മൾ മേടിച്ച മീൻ. അപ്പോൾ പുള്ളി അത് ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയേക്കാണ്. രാവിലെ പോയി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും മീൻ പിടിച്ച് തിരിച്ചു വരേണ്ട കൊണ്ട് അധിക ദൂരത്തൊന്നും ഇവർ മീൻ പിടിക്കാൻ പോകാറില്ല. അതായത് പുറംകടലിലേക്കൊന്നും പോകാറില്ല. അപ്പോൾ ഇന്ന് ടാസ്മാനിയയുടെ കോസ്റ്റൽ ഏരിയസിൽ നിന്നാണ് അവർ മീൻ പിടിച്ചത്. നാട്ടിലൊക്കെ നമ്മൾ കടപ്പുറം ഉള്ളിടത്തൂടെയൊക്കെ പോകുമ്പം വഴിയരികിലൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ വള്ളത്തേൽ പോയി മീൻ പിടിച്ചിട്ട് വന്നിട്ട് കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു പരിപാടി ഇവിടെ ഇല്ല. അപ്പോൾ ഇവർ സ്വന്തം ബോട്ടിൽ പോയി മീൻ പിടിച്ചിട്ട് ബോട്ടിൽ തന്നെ ഇട്ട്, ബോട്ട് ജെട്ടിയിൽ തന്നെ ഇട്ട്, അല്ലെങ്കിൽ ഹാർബറിൽ തന്നെ ഇട്ട് വിൽക്കുന്നു. അപ്പോൾ അതിലൊരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ സൈൻ ബോർഡ് നോക്കിയാണ് നമ്മൾ ബോട്ടിലേക്ക് വരുന്നത്. ഇതിപ്പോൾ റോട്ടിൽ നിന്നേ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് ഫിഷിനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സും ഫ്രീസേഴ്സും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഒരു ചെറിയ ബോട്ട് സെറ്റപ്പിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹെൽപ്പേഴ്സിനെയൊന്നും പുള്ളിയുടെ കൂടെ കണ്ടില്ല. പക്ഷേ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഹെൽപ്പേഴ്സ് കൂടെ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് നല്ല ചൂടുള്ള വെതർ ആയതുകൊണ്ട് നമ്മൾ മീൻ പാക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുറേ ഐസും കൂടെ പാക്ക് ചെയ്ത് മേടിച്ചു, മീൻ ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷ് കിട്ടും കേട്ടോ. പക്ഷേ അതെപ്പോഴും ഫ്രഷ് ആയിരിക്കണമെന്നില്ല, ഫ്രോസൺ ആയിരിക്കും മിക്കപ്പോഴും തന്നെ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ബോട്ടുകളിൽ നിന്നൊക്കെ മേടിക്കുമ്പം അന്ന് തന്നെ പിടിച്ചുകൊണ്ട് വന്ന മീനെ കിട്ടും. അങ്ങനെ നമ്മൾ മീൻ മേടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം വീണ്ടും നമ്മുടെ സ്റ്റിംഗ് കുട്ടന്മാരെ കണ്ടു. ഇപ്രാവശ്യം നമ്മൾ മൾട്ടിപ്പിൾ എണ്ണത്തിന് സ്പോട്ട് ചെയ്തു. പിന്നെയാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറുത് ഒക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതങ്ങ് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് അത്രയും ക്ലാരിറ്റി കിട്ടിയില്ല. ചെറിയ 2-3 എണ്ണം അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വലുതൊക്കെ നമുക്കിങ്ങനെ മോളിൽ കൂടെ നീന്തി നടക്കുന്നുണ്ട്. കാണിച്ചു തരാം.